നമ്മുടെ മുമ്പിൽ വെച്ച് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനു ബ്രൈറ്റ്, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, SVT ഹോസ്പിറ്റൽ പട്ടം ട്രിവാൻഡ്രം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിനെ പറ്റിയാണ്. ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ആക്ച്വലി എവിടെ വെച്ചുകൊണ്ടെങ്കിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. നമ്മുടെ വീടുകളിലോ ജോലിസ്ഥലങ്ങളിലോ റോഡ് സൈഡിൽ എവിടെ വെച്ചുകൊണ്ടെങ്കിലും പെട്ടെന്ന് ഒരാൾ ബോധം നഷ്ടപ്പെടുകയോ കുഴഞ്ഞു വീഴുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ഒരു വ്യക്തി എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്നതിന് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടിയോ കുറയുകയോ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവുകയോ, നമ്മുടെ തലച്ചോറിനുള്ളിൽ പെട്ടെന്നുള്ള ക്ലോട്ട് ഉണ്ടാകുന്നതോ, ബ്ലീഡിങ് കൊണ്ടോ, അതുമല്ലെങ്കിൽ പെട്ടെന്ന് ഹൃദയാഘാതം അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടോ ആൾക്ക് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടാം. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം എന്നുള്ള അവസ്ഥയിലാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരണം വരെ നമ്മുടെ കണ്ടിന്യൂസ്ലി നമ്മളെ ബോഡിയിൽ അടിക്കുന്ന ഒരു അവയവമാണ് ഹാർട്ട്. എപ്പോഴും ഒരേപോലെ ബീറ്റ് ചെയ്യുന്ന ഒരു അവയവം. പെട്ടെന്ന് ഈ ഒരു ഹാർട്ട് നിന്നു പോവുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ബീറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവായിട്ട് നമ്മളെ ബ്ലഡ് സപ്ലൈ നമ്മളെ ബോഡിയിലോട്ട് പല സ്ഥലങ്ങളിലോട്ടും പോകാതിരിക്കുകയും പെട്ടെന്ന് ആളുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കാർഡിയക് അറസ്റ്റിലിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് സമയം അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തി മരണത്തിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഹോസ്പിറ്റലുകൾക്ക് വെളിയിലായിരിക്കാം. വീടുകളിലോ ജോലിസ്ഥലങ്ങളിലോ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ആ ചുറ്റുമുള്ള വ്യക്തി ഇത് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അയാൾ പ്രതികരിക്കുന്നുണ്ടെന്ന് നോക്കുക. നമ്മൾ ശക്തിയുമായി ആൾ തോൾ തട്ടുകയോ പേര് വിളിക്കുകയോ അല്ലെങ്കിൽ വിളിച്ച് നോക്കുകയോ ചെയ്യാം. അയാൾ പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആംബുലൻസ് വിളിക്കുക. ഇയാളെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും കൂടെ നോക്കിയേക്കുക. നമുക്ക് ആളുടെ വ്യക്തിക്ക് അടുത്ത് പോകാനായിട്ട് സേഫ് ആണോ കൂടെ നോക്കുക. സേഫ് ആയതിനു ശേഷം ആളുടെ അടുത്ത് പോവുക, അയാളുടെ പ്രതിരോധം നോക്കുക. അയാൾ പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുക. അതിനുശേഷം നമ്മൾ ആ വ്യക്തിയെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ആളുടെ ശ്വാസം നോക്കുക. ശ്വാസം എടുക്കുന്നുണ്ടോ എന്നൊരു 10 സെക്കൻഡ് വരെ മാക്സിമം നോക്കുക. ശ്വാസം എടുക്കുന്നില്ല അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന സംശയമുണ്ടെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്യുക. ആ വ്യക്തിക്ക് ബോധമില്ല, പക്ഷെ ശ്വാസം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിനെ ഒരു സൈഡോട് ചരിച്ച് കിടത്താം. പ്രിഫറബിളി ഇടതുവശത്തോട് ചരിച്ച് കിടത്തുകയാണെങ്കിൽ ഈ വ്യക്തി ബോധം പോകുന്ന സമയത്ത് ഇയാളുടെ നാക്ക് വിറയിലോട്ട് പോയി ശ്വാസനാളി ബ്ലോക്ക് ആവുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ അറിയാതെ ഇയാൾ വൊമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉമിനീര് വല്ലതും വന്ന് എയർവേ ബ്ലോക്ക് ആവുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതും കൂടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിക്ക് ബോധമില്ല, പക്ഷേ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ ഇടത് സൈഡോട് ചരിച്ച് കിടത്തി നമ്മൾ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. നമ്മൾ ആംബുലൻസ് വരുന്നത് വരെ ഈ വ്യക്തിയുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കുക. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ വ്യക്തിയുടെ ബോധം നമ്മൾ വീണ്ടും പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുക. ഏത് നിമിഷം വേണമെങ്കിലും ഈ വ്യക്തി പറഞ്ഞ പോലെ കാർഡിയക് അറസ്റ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ബോധമില്ല, ശ്വാസം എടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. CPR എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ആ വ്യക്തിയുടെ ഒരു വശത്തോട്ട് പോവുക. ആ വ്യക്തിയെ നിരപ്പായ സ്ഥലത്ത് കിടത്തിയതിനു ശേഷം ഒരു വശത്തോട്ട് പോയി നിൽക്കുക. എന്നിട്ട് നമ്മുടെ വലത് കൈ നെഞ്ചിൽ നടുക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്തതിനു ശേഷം മറ്റേ കൈ കൂടി വെച്ച് അത് ഇന്റർലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആഞ്ഞ് നെഞ്ചിലോട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നെഞ്ചിന്റെ ഏകദേശം ഒരു പകുതിയോളം നമ്മൾ താഴെ അത്രയും നല്ല ആഞ്ഞ് പ്രസ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ലൂസായി കൊടുക്കുക. കാരണം നമ്മുടെ കൈ തിരിച്ച് പൊങ്ങുന്നുള്ള ഒരു ഗ്യാപ്പ് കൂടി കൊടുക്കുക. ഇത്രയും സ്പീഡിൽ, അതായത് ഇത്രയും ആഴത്തിൽ ഏകദേശം ഒരു 100 മുതൽ 120 തവണ വരെ ഒരു മിനിറ്റിൽ പ്രസ് ചെയ്യുന്ന രീതിയിൽ അത്രയും സ്പീഡിലും നമ്മളത് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും CPR പ്രസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ആ വ്യക്തി വീണ്ടും ശ്വാസം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ബോധം തിരിച്ചോ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കുക. ഒരു 10 സെക്കൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ചുറ്റും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ മാറിക്കൊണ്ടേ ഇരിക്കുക. കാരണം ഒരാൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ അധികം നേരം പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആംബുലൻസ് വരുന്നുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക. എന്നിട്ട് ആ വരുന്ന അത്രയും സമയവും CPR കണ്ടിന്യൂ ചെയ്യുക. ഏറ്റവും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം എന്നുള്ള അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ആളെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറയുന്നു എന്നുള്ളതാണ്. 10 മിനിറ്റ് പോലും കാർഡിയക് അറസ്റ്റിന് ശേഷം കഴിഞ്ഞു പോവുകയാണെങ്കിൽ
ഒരു വ്യക്തിയെ തിരിച്ച് മരണത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത 10% കുറയുന്നു. അത് ഓരോ മിനിറ്റിലും ഏകദേശം 10% കുറഞ്ഞു വരുന്നു. അതായത് ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി പെട്ടെന്ന് അബോധാവസ്ഥയിൽ പോകുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് കാർഡിയക് അറസ്റ്റ് ആണെന്ന് സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പൾസ് കിട്ടാൻ നോക്കുമെന്ന് അറിയത്തില്ല, പേഷ്യൻ്റ് ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ പോലും CPR സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.